Audience. ഹലോ, നമ്മൾ ഫോൺ നോക്കി ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന 100 കുറ്റാവാ. അമ്മയ്ക്ക് എന്തോ ആവാ. ഞാൻ വന്ന കണ്ടോ? ആ വീഡിയോ ഒന്ന് കണ്ടേനി. എന്തേലും മറ്റേ അമ്മാമോൾ തിങ്ങായിരിക്കും. അമ്മാമോൾ തിങ്ങൊന്നുമല്ല, നീ കാണ്. എന്തേലും അമ്മ വഴക്ക് പറഞ്ഞ് ഇതെന്താ നല്ല ഡ്രസ്സ്. അത് കേക്ക്, അവരെന്താ പറയണേന്ന് നീ കേക്ക്. നീ ഞാൻ പറഞ്ഞുതരാം. ഈ ചേച്ചി ഉണ്ടല്ലോ, ഇവരുടെ മോളാണ് ഈ പെങ്കൊച്ച്. ഇവര് 5 കൊല്ലം മുമ്പ് 3000 രൂപയ്ക്ക് ഒരു ഇത് തുണി ഇങ്ങനെ ഓൺലൈനില് ബൊട്ടീക്ക് അത് തുടങ്ങി. 5 കൊല്ലം മുമ്പ് 3000 രൂപയ്ക്ക്. ഇന്ന് അവരതും കൊണ്ട് ജീവിക്കണം. കുറേ പൈസ ഉണ്ട്. അതായത് ആ പെങ്കൊച്ചാണ് അതിനു വേണ്ടിയിട്ട് അവരെല്ലാത്തിനും സഹായിച്ചത്. മനസ്സിലായ? അതിനെന്താ? അതിനൊന്നുമില്ലേ, നല്ലതല്ലേ, അവര് ജീവിക്കട്ടെ. എനിക്കുണ്ടൊരു മോള്. ഇത് കാണുമ്പോഴെങ്കിലും എന്നോട് ഇത് പറയും, എന്നാ അമ്മയും ചെയ്യമ്മേ എന്ന് പറയൂന്ന് വിചാരിച്ച്. അത് കണ്ടിട്ടും അവർക്ക് മനസ്സിലാവണില്ല അവര് ജീവിക്കട്ടെ എന്ന്. ഇത് നമ്മൾ എന്ത് ചെയ്യാനാ ഇതിന്? നിനക്കൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാനും ഇതേപോലെ ബിസിനസ് ചെയ്യൂലേ? എന്ത് തുണി ബിസിനസ്സോ? എന്താ, ഞാൻ തയ്ക്കണ ഒരാളല്ലേ. ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പാടില്ലേ ഈ ബിസിനസ്? അമ്മയ്ക്കും കൂടി ചെയ്യാം. അമ്മ നന്നായി തയ്ക്കണതല്ലേ, അമ്മയ്ക്ക് തുടങ്ങാൻ പാടില്ലേ? അതെങ്ങനെയാ? ഞാനിവിടുത്തെ വേലക്കാരി. ഞാൻ നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്ന് നിങ്ങളുടെ തുണിയും കഴുകി ഇവിടെ ഇങ്ങനെ ജീവിച്ച് മരിച്ചോളണം. അപ്പൊ അതായിരുന്നു മനസ്സില്. അമ്മ സൂപ്പറായിട്ട് തയ്ക്കും. പക്ഷെ അമ്മ അതിന് പ്രശ്നം എന്തോന്നോ, 5 വർഷം മുമ്പ് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി 3000 രൂപ മതിയായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നൊരു ചുരുങ്ങിയൊരു 15000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ആ 15000 രൂപ നമ്മളതിലുണ്ടോ? ഡാഡിയുടെ കയ്യിലുണ്ടോ? ഡാഡിയുടെ കയ്യിലും ഇല്ല. പിന്നെ ഇനി വീണ്ടും മാമൻ്റെ അടുത്ത് ചോദിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ പഴയ തയ്യൽ മെഷീനും കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ? മുത്തേ, കാര്യമൊക്കെ എന്റെ മിഷനെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും. ആ മിഷൻ കൊണ്ട് ഞാൻ എന്തോരം ഫാഷൻ തുണികൾ തയ്ച്ചിട്ടുണ്ട്. നിനക്കൊക്കെ തയ്ച്ചു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, ഇല്ലെന്നല്ല. അമ്മ ഇപ്പൊ പുതിയ മിഷനിൽ തയ്ക്കാൻ വേണ്ടി ഒരു ദിവസം മതിയെങ്കിൽ ഇതിൽ അമ്മ തയ്ക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നാണ്? അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് മാനേജ് ചെയ്യണ്ടേ? അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം. ഞാൻ ചെയ്യണില്ല എന്റെ പൊന്നെ. ചെയ്യണ്ടെന്നല്ല, ഇതൊന്നും ഒരു റീല് കണ്ടിട്ട് പെട്ടെന്ന് ഇന്ന് ചെയ്യാം, എന്റെ മോൾ സപ്പോർട്ട് ചെയ്ത് ഇന്ന് തുടങ്ങാൻ പറ്റുന്നതല്ല. ഇല്ലെങ്കിൽ പിന്നെ അമ്മ എൻ്റെ ഇത് കേൾക്കാതെ നമുക്ക് അപ്പുറത്തും കൂടെ പറഞ്ഞ് എല്ലാവർക്കും കൂടെ ആലോചിച്ച് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി ചെയ്യാം. ക്ലീറ്റോ പറയണത് ശരി. ഇവിടെ എല്ലാം പിന്തിരിപ്പികളാ. നെഗറ്റീവ്. ഞാൻ പിന്തിരിപ്പിച്ചു. അതെ, ഞാൻ ഇതിന് ഇങ്ങനൊരു മറുവശം ഉണ്ടെന്നല്ലേ മക്കളെ ഇങ്ങ് വന്നേടാ. മക്കളാ സാധിക്കാണ്ടല്ലോ. എന്താണ് എന്താ പറ? എടാ ഇങ്ങ് വന്നേടാ കൊച്ചേ. പിന്നെ പൈസ ആയിട്ടൊന്നും എന്റെ ഞാനൊന്നും റൊണാൾഡെങ്കിലേ അമ്മ ഒരു റീല് കണ്ട് ഒരു 5 വർഷം മുമ്പ് എന്തോ 3000 രൂപയ്ക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്തപ്പോ റീലിന്റെ കാര്യം വീട്. എന്നാ ശരി, അത് വിട്. അതായത് അമ്മയ്ക്കിപ്പം അമ്മയുടെ തയ്യൽ മിഷൻ വെച്ച് കുറച്ച് പൈസക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് തുണി എടുത്ത് തച്ച് വിൽക്കുന്ന ബിസിനസ്. അവള് പറയണത് എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞു. കഴിവുണ്ടോന്ന് പറഞ്ഞു. അമ്മയെ കഴിഞ്ഞേ ഉള്ളൂ തയ്ക്കാനായിരുന്നു. പക്ഷെ റൊണാൾഡെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അത് ചില്ലറ കാര്യമല്ല. അത് അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങുമെന്നുള്ളതില് എനിക്ക് ഡൗട്ട് ഉണ്ട്. അഥവാ എന്തേലും പൊളിഞ്ഞോ എന്ത് ചെയ്യും? മുത്ത് പറഞ്ഞു വരുന്നത്, ഈ പഴയ മെഷീനകത്ത് കുറച്ച് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് തുണികളൊക്കെ വരുത്തി തയ്ച്ച് പുതിയ വാഷനൊക്കെ കണ്ടെത്തി ഓൺലൈൻ വഴി കച്ചവടം ചെയ്യുന്ന അത് നെഗറ്റീവ് ആണെങ്കിൽ പറയണ്ട. അതെ, ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തന്നേക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങും. ഈ റൊണാൾഡെങ്കിൽ എന്തറിഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് അമ്മ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞാ പോരെ? നിനക്ക് എന്റെ ഒരു വിശ്വാസം ഇല്ല, അതാ കുഴപ്പം. വിശ്വാസം ഉണ്ടമ്മ. പിന്നെ എന്താ നീ പറയണേ? എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല തുടങ്ങുന്നത്. ഇങ്ങനെയല്ലേ ഓരോന്ന് അറിയുന്നേ. ഒരു പാവപ്പെട്ട പെണ്ണിന് വീട്ടിലെന്നറിഞ്ഞപ്പോ വീട്ടിൽ സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കി റോഡിൽ കൊണ്ടിട്ട് കച്ചവടം ചെയ്തൊരു വനിതയാണ്.
അവർക്ക് കച്ചവടത്തിന് നാക്കറിയാ, മനസ്സിലായോ? അങ്ങനെ ഫുഡ് ധൈര്യമായിട്ട് തുടങ്ങ്. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മുക്കിനും മൂലയ്ക്കൊക്കെ ക്ലോത്തിങ് ബ്രാൻഡ്. അമ്മ വേറെ എന്തെങ്കിലും ബിസിനസ്? അതിനെന്തിന്? റോഡിലോട്ട് ഇറങ്ങിയ റോഡ് സൈഡിൽ മൊത്തം ഹോട്ടലുകളല്ലേ എന്നും പറഞ്ഞ അവിടെ ആരും കഴിക്കാതിരിക്കും. ആ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ 50 ക്ലോത്തിങ് ബ്രാൻഡ് കാണും. എന്റെ സുഹൃത്തെ, ഇൻസ്റ്റയൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുമ്പേ മനുഷ്യരല്ലേ ഉണ്ടായത്? ഈ മനുഷ്യരല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ചെന്ന് ഒരു ദോശ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ക്ലിക്ക് ആയില്ലെങ്കിൽ അമ്മയെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റൂല. ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ പോയി കച്ചവടം ചെയ്ത് കൊടുക്കും, അതിന്റെ കമ്മീഷനും എടുക്കും. ദോശയും കറി എടുത്തു ഊട്ടി തുണി കച്ചവടം നല്ല പരിപാടിയാണ്. മക്കളെ നീ പറയണ്ട, ആദ്യം ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. ഈ ബിസിനസ്, ജോലി, കാശ് എന്നൊക്കെ പറഞ്ഞിട്ടേ ക്ലീറ്റ് ആവശ്യമില്ലാത്ത കുഴിയിലൊക്കെ ചെന്ന് ചാടിയിട്ട് ഇപ്പം അവരുടെ കുടുംബം ആകെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പരിചയമില്ലാത്ത പണിയിലേക്ക് ഇവൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. 10-20 വയസ്സായ ഒരു കുട്ടിയാണ്. ഇവളെന്തിനപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു പണിക്കേക്കണ്? അവൾക്ക് അത്യാവശ്യം അവൾക്ക് തുന്നാനുള്ളതൊക്കെ തുന്നിയിട്ട് ആ കുടുംബശ്രീയുടെയും അയൽക്കൂട്ടത്തിൻ്റെ ഒക്കെ പരിപാടികൾ നോക്കി നടന്നാൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാം. അതിലിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്നു ചാടും. അല്ലാണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ? അല്ല പപ്പ, ഈ പരീക്ഷണം ഇതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചെയ്ത അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊക്കെ പറഞ്ഞ്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ആത്മവിശ്വാസം, സ്വന്തമായിട്ട് നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടെ നിന്ന് കൊടുക്കുന്നതല്ലേ നല്ലത്. അമ്മയ്ക്കും സന്തോഷാവും, ചിലപ്പോ കയറി ക്ലിക്കാവണെങ്കിലോ. എനിക്കിപ്പോ തയ്ക്കണ കാര്യത്തിൽ അമ്മ ബെസ്റ്റാണ്, ബാക്കിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പോരെ? അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല കാരണം എന്താ ഒന്നും പറയാത്ത? അല്ല, അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ആ നമ്മളെല്ലാവരോടും സപ്പോർട്ട് ചെയ്താൽ അത് നേരെ ആവുമെങ്കിൽ. അല്ല, അത് മാത്രമല്ല, അവളിപ്പോൾ പഴയ ചെറിയ കുട്ടിയൊന്നുമില്ല, കുറച്ച് അറിവും വിവരമൊക്കെ ഉള്ളവളല്ലേ. അങ്ങനെ ചിന്തിക്കണേൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഴിയിൽ ചാടാണ്ടിരിക്കുക എല്ലാവരുടെ ഒരു ശ്രദ്ധ വേണം. അതാ ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെ, ഇത്ര തല പോയി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നില്ല, അതിനിപ്പോ ഒരു പേര് നിർബന്ധമാണോ? വേണം, വേണം, പേര് വേണം. പിന്നെ പേര് വേണം. പിന്നെ പേര് ഇല്ലാതെ പിന്നെ എങ്ങനെയാ? എന്റെ ലില്ലിച്ച, ഇതിപ്പോ നമ്മൾ ഇൻസ്റ്റക്കകത്ത് പേജ് തുടങ്ങി നമ്മുടെ തുണിയുടെ ഫോട്ടോ ഇടുവല്ലേ, അതിന് പേരിന്റെ ആവശ്യം. ആളുകൾ പിന്നെ എന്ത് പറഞ്ഞു വാങ്ങിക്കും? തുണി കണ്ടിട്ട് ഓർഡർ ചെയ്യും. എടാ, അത് തിരിച്ചറിയണ്ടേ? നമ്മുടെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടു, അവരുടെ ഒരു ഫ്രണ്ടിനോട് പറയാണ്, ഞാൻ ഇന്നൊരു സൈറ്റിൽ നിന്ന് വാങ്ങിയത് കൊള്ളാം. അപ്പൊ ആ സൈറ്റിന് ഒരു പേര് വേണ്ടേ? ഒരു പേരാലോചിക്കാൻ പറയുമ്പോൾ വേണ്ടെന്നാടാ പറയാ. അല്ല, കിടക്കാച്ചൊരു പേര് കിട്ടി. അതാണ് നല്ല ക്യൂട്ട് പേരാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാരും സമ്മതിക്കും. തക്കളി തുണിത്തരങ്ങൾ. തക്കിളി അതെന്താ? തങ്കം ചേട്ടത്തിന്റെ തായും ക്ലീറ്റ മച്ചപ്പടെ ക്ലീയും. അപ്പൊ രണ്ടുപേർക്കും സന്തോഷം, ആർക്കും പരാതില്ല. തക്കളി ലേഡീസ് കോർണർ മതി. അടിപൊളി. അങ്ങനെയാണെ പിന്നെ മുത്തിനെയും തക്കുടിനെയും കൂടെ എന്താ ഒഴിവാക്കിയത്? അവരുടെ രണ്ടുപേരുടെ ചേർത്ത് മുക്കുടു എന്നിടും. തക്കിളി വേണ്ടത് പോരാ. ലില്ലിമോളൊരു പേര് പറയും. അല്ല, ഡാൻസിന്റെ ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞേനെ. പെട്ടെന്ന് എടി, നമുക്ക് മറ്റേ ഇതിന് നോക്കിയാലോ, സൈറ്റില് നല്ല പേര്. അപ്പൊ നമ്മള് കോപ്പി അടിക്കുന്ന പോലെ പോവില്ലേ? നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു പേര് വേണം, ആരും കേൾക്കാത്തൊരു പേര്. അപ്പൊ അങ്ങനെ ഒരു പേര് റോട്ട എന്താന്നറിയോ? ദീപം കാണുന്ന കാർട്ടൂൺ. അയ്യേ, കുറപ്പേര്. ആ, അതെന്താ പേര്? അതിന് നല്ല എന്റെ തക്കളിയല്ല, നാറൂട്ട പേര്. അതിന് നല്ല പേരെന്റെ തക്കളിയല്ല. ആ, എന്റെ നല്ല പേരാ അതിലും നല്ല. നാറൂട്ട ഇടുവാന്നെ പറ്റത്തില്ല. എന്ത് കാര്യം കാണിച്ചു തരാ? എന്റെ നാറൂട്ട കൊള്ളത്തില്ല, എന്റെ തക്കളിയാണ്. അപ്പൂപ്പനൊരു പേര് പറ. ഇതിപ്പോ നമ്മുടെ തറവാട്ടിലൊരു സംരംഭം തുടങ്ങാൻ പോവല്ലേ, അത് തങ്കല്ലേ തുടങ്ങുന്നത്. എന്തായാലും ഒരു ഐശ്വര്യം വേണല്ലോ. എൻ്റെ അളിയന്റെ പേരിടാ, മുത്തുരാം. അതാവുമ്പോ ചേച്ചിക്കും സന്തോഷാവും, അളിയന്റെ ആത്മാവിനും സന്തോഷം. അതായാലും കനക എങ്ങനെയുണ്ട്? ഇതിപ്പോ ലേഡീസിന്റെ തുണികളല്ലേ, മുത്തുരാമൻ എന്നിട്ട നമുക്ക് നമ്മുടെ അപ്പൂപ്പനാണ്. പക്ഷെ വെളിയിലുള്ളവർക്ക് അത് അറിയാത്തോണ്ടേ
അത് ശരിയാണ് മാമ. നമ്മളിപ്പോ അച്ഛനോട് നമുക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ട്, ശരിയാണ്. കുറച്ചും കൂടെ നല്ല പെണ്ണുങ്ങൾക്ക് സജഷനായിരുന്നു പറ്റിയൊരു പേരാണ് നല്ലത്. അല്ല, അമ്മ പറഞ്ഞ നല്ല സജഷനാണ്. നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ ഒരു നല്ല നമ്മളായിട്ട് തുടങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിന് അങ്ങനെ ഒരു പേരിടുന്നത് നല്ലതാണ്. പക്ഷെ ഇവർ മക്കൾ പറഞ്ഞ പോലെ ഇത് സ്ത്രീകളുടെ അല്ലേ. ഇപ്പോ അങ്ങനെയാണെങ്കിൽ അല്ല ഞാനൊരു പേര് പറയട്ടെ. അത് പറയാം. ഇവിടെ ഒരു അടിപൊളി പേരുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ വേറെ സ്ഥലത്ത് സെർച്ച് ചെയ്യണേ? റൊണാൾഡ്. അല്ല, ലില്ലി. തങ്കം. തങ്കപ്പെട്ട തങ്കം എന്ന് പറഞ്ഞ പേരുള്ളപ്പോ നമ്മൾ എന്തിനു വേറെ സെർച്ച് ചെയ്യണേ? തങ്കം ഓൺലൈൻ ബൊട്ടീക്ക്. അത് കൊള്ളാം. അത് നന്നായി. ഇങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ എഴുതി സെറ്റ് ചെയ്യാം. അപ്പൊ ചേച്ചിയുടെ ഒരു ആഗ്രഹവും പ്രതീക്ഷയൊക്കെ അല്ലേ ഇങ്ങനെ ഒരു സ്ഥാപനം? അപ്പൊ ഇത് മതി. അപ്പൊ അത് കൈയടിച്ച് പാസ്സാക്കണം. എപ്പോഴാ പോകുന്നത് നിങ്ങള്? ഒരു 11 മണിയാകുമ്പോ പോകാൻ നിർത്താം. ആണോ? വെല്ലിപ്പെണ്ണുണ്ടോ? ഞാൻ വേണേ എന്നെ തരാം. വെല്ലിപ്പെണ്ണ് വരുന്നോ? ഇല്ലില്ല, ലില്ലിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അവക്ക് എന്തോ ഡാൻസിന്റെ എന്തെന്ന് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോണോന്നോ എന്താ പറയുന്നത്. ഇപ്പൊ ഞാൻ മുത്തിനെ കൂട്ടി പോവാന്ന് വിചാരിച്ചു. പിന്നെ മുത്തന്ന് പറഞ്ഞതിനകത്ത് ചില പോയിന്റുകൾ കിടപ്പുണ്ട്. എന്ത് പോയിന്റ്? ഇപ്പൊ ചാടിക്കേറി 10,000-15,000 രൂപയ്ക്ക് തുണി എടുക്കാൻ നിൽക്കണ്ട. 10-ല്ല 15 എടുക്കാൻ പോണം. ഇപ്പൊ ചാടിക്കേറി 15 എടുക്കണ്ട. ഇപ്പൊ ഒരു 5,000 എടുത്തിട്ട് അതിന്റെ ഒരു ഓളം കണ്ടിട്ട് നമുക്ക് പിന്നെ എടുക്കാം. അല്ലേ നല്ലേ? അതാണോ നല്ലത്? 15 രൂപ ഉണ്ടല്ലോ. 5 രൂപയ്ക്ക് സാധനം പറ്റി 10 രൂപ കയ്യിരിക്കട്ടെ. ഈ 10 രൂപ കയ്യിലിരുന്ന എന്റെ കയ്യിലിരുന്ന ചെലവായി പോകൂടാ. തുണിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് 1 2 3 4 5 ഈ 5 രൂപയ്ക്ക് തുണി എടുക്കാം. ബാക്കി 5 രൂപ, ബാക്കി 10 രൂപ ടീറ്റോന്റെ കൈ കൊടുത്താൽ ടീറ്റോ തൂളിക്കളയും. ഒരു കാര്യം ചെയ്യും, ഐശ്വര്യമായിട്ട് കൈ നീട്ട്. ഞാൻ ചോദിക്കുമ്പോ തരണം. നീ പിടിച്ചോ. കർത്താവേ, ഞാനിതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അയ്യോടാ, പറയാൻ വരുമായിരുന്നു. ക്ലീറ്റോന്റെ ബാക്കിയല്ലേ നീ? പൈസക്ക് വേറെ വല്ല വഴി നോക്ക്. ഇത് ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത പൈസയാ. പൊള്ളി, ഞാൻ ഇച്ചിരി പൊള്ളിക്കോളാം, എനിക്ക് കുഴപ്പമില്ല. അപ്പത്തേക്കും അതിന്റെ ഒരു ഐഡിയ. ചൂടനല്ലേ തുടങ്ങണുള്ളൂ. കുംഭമാസമൊക്കെ ആകുമ്പോഴേക്കും എന്താ സ്ഥിതി? അയ്യോ, ബിസിനസ് മാഗ്നറ്റ് ഇതാ വരുന്നു. എടാ വാടാ, സാധനം എടുക്കണം. ഞാൻ പിടിക്കണ നീ വന്നാ ഞാനിപ്പോ ഒന്നേ ഉള്ളു ചേച്ചി, ക്ലാസ് കഴിഞ്ഞിട്ട് വരാനുള്ളായിരുന്നു. ഇനിയുണ്ടാ? ഞാൻ എടുക്കണം. വേണോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? ഇവിടെ ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കി. അവളുടെയും പാട് വന്ന്. അയ്യോ, അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഞാൻ പിടിക്കാൻ വേണ്ട. വേണ്ട, നീ പോയിക്കോ. ഇതൊക്കെ അങ്ങോട്ട് വെക്കാനുള്ളതല്ലേ? ഇവിടെ തുണിയാ തുണിയാ നല്ല മണം അല്ലേ? പുതിയ പൈസ കൊടുത്തില്ലേ? ശരി മോനെ, ശരി ശരി. കളന്നല്ലേ? ഓ എന്റെ അമ്മ, എന്തോരം തെരഞ്ഞാലാ കിട്ടണേ. ആ സെലക്ഷനാണ് ഏറ്റവും പാട്. ഇതൊക്കെ എന്താ ചേച്ചി? നൈറ്റിയും ചുരിദാർ എല്ലാം ഉണ്ട്. തയ്ച്ചു കൊടുക്കാം അല്ലേ? കുറച്ച് അതിങ്ങനത്തെ തുണിയെടുത്ത് അങ്ങനെ തങ്കം ഓൺലൈൻ ബൊട്ടീക്കിന്റെ ഒഫീഷ്യലി നമ്മള് ഉദ്ഘാടനം എടുത്തു. സാധനം വന്നു, ഇനി ഉദ്ഘാടനം ഇനിയാണ്. മേടിക്കുമ്പോ ഉദ്ഘാടനം. ചേച്ചി, ആരാ മേടിക്കണേ? ഞാനില്ലേ നമ്മുടെ ഈ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇല്ലേ, അത് നല്ലപോലെ ഉപയോഗിക്കണം. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഫോട്ടോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ തങ്കം, എന്തായാലും നമ്മുടെ തങ്കം ബൊട്ടിക്ക്, ഓൺലൈൻ ബൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേര് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ അതൊരു നല്ല മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഹാൻഡിൽ ചെയ്തോണം. ഓക്കെ, ഞാൻ വേണേ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നിന്നോളാം.
ഇത് തയ്ച്ച് ഇങ്ങനെ കൊണ്ടേ കൊടുക്കാനൊക്കെ നമുക്ക് റൊണാൾഡിനെ ഏൽപ്പിക്കാം. അവൻ കൊണ്ട് കൊടുത്തോ. പാക്കിങ് അതൊക്കെ റൊണാൾഡോ ചേട്ടൻ ചെയ്തോളും. എല്ലാവർക്കും കൂടെ ചെയ്യാം. അമ്മാവനാ ഞാൻ എനിക്കിതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ 10 ജീര മേടിക്കുമ്പോൾ നൈറ്റ് മേടിക്കാൻ പറയണം. അങ്ങനെ വല്ല നീ എന്നാ ചെയ്യും? ഡേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അക്കൗണ്ടാണ്. അതെ, കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അത് ഞാൻ ലീവ് എടുത്തോ ലീവിലുള്ള സമയം നോക്കിയിട്ടോ പഠിക്കാൻ മാറ്റി വെച്ചിട്ടൊക്കെ നിന്റെ കാര്യത്തിന് വേണ്ടി നിൽക്കും ഞാൻ. അത് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വരവ് ചെലവ് കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊന്ന് നോട്ട് വെച്ചത് നല്ലതായിട്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി. നല്ലതായിരിക്കും ചെറുതാ. ആരാന്ന് വെച്ചാ എടുക്ക്. ആരാ പോൽക്കാരനെ ചെയ്യാൻ വേറെ അല്ല നമ്മുടെ സ്ഥാപനമല്ലേ നമുക്ക് ഇങ്ങനെ തുടങ്ങാല്ലേ. വന്ന സ്ഥിതിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അമ്മാവൻ തുടങ്ങിക്കോളൂ. ഞാനൊരു തങ്കാവും ഗിരിജയ്ക്ക് പറ്റിയ എന്തെങ്കിലും ഒരു സാധനങ്ങൾ സെലക്ട് ചെയ്യും. ഞാൻ കാശ് എടുത്തിട്ട് വരാം. ഗിരിജ ഇവിടെ ഇല്ലല്ലോ, ഞങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തന്നൂടെ? അല്ല അത് അവൾക്ക് ഇത് കൊടുത്താലത്. ഏതാ? ഇതാ. ഇത് ആണുങ്ങൾ കൊള്ളാനാണെങ്കിൽ ഞാൻ എടുത്തനെ. പക്ഷെ നല്ല കളർ അല്ലേ, അടിപൊളി കേട്ടോ, നല്ല സെലക്ഷൻ മക്കളെ. ഒരെണ്ണം മതിയടി പാവം, നല്ല കളറല്ലേ. ഏത് ഇത് കൊള്ളാട്ടോ. എടുത്താ അല്ല ആദ്യം അമ്മാവൻ എടുക്കട്ടെ ഒരെണ്ണം. ശരി. പിന്നെ ഞാൻ പറയാം അധികം ലാഭം തങ്കം, ഞാൻ ഒരു കാര്യം പറയാം, അധികം ലാഭം എടുക്കരുത്. കാരണം ഇത്ര കച്ചവടക്കാർ ധാരാളം ഉണ്ട്. നമ്മള് അത് ലൈനിങ് തുണികളാ. അപ്പൊ ഏതാ ഏതാ രണ്ടെണ്ണം. അമ്മായിക്ക് അവള് വെളുത്ത കുട്ടിയാകൊണ്ടേ അവൾക്ക് ഏതാണ് ഇപ്പൊ ചേരാന്ന്. എന്റെ പൊന്നെ എല്ലാവർക്കും എല്ലാ കളറും ചെയ്യും. അതെ. ഇതിപ്പോ ഒരു മാക്സി അടിക്കണമെങ്കിൽ എത്രയാവും? ഒരു 2.25 മീറ്റർ. അതിന് എത്ര റുപ്യാവും? ഒരു 3 മീറ്റർ കൂട്ടിക്കോ. കാലൊന്നും വേണ്ട. 2 എടുക്കാം. ഇത് 2 നൈറ്റി അടിക്കാം അമ്മായി. അപ്പൊ അതിന് എത്രയാവും? 6 മീറ്റർ 350 രൂപ. 350 ഒരെണ്ണത്തിന് 350. അത് മതി. അതല്ല ലാഭം. അപ്പൊ ഒരെണ്ണത്തിനല്ലേ 350? അല്ല, രണ്ടിനും കൂടി 350. വില കുറവാടി. ലാഭമൊക്കെ മതി. എനിക്ക് എന്റെ അമ്മാവനല്ലേ. ഈശ്വര എന്റെ മോളുടെ ഈ സംരംഭം വിജയമായിരിക്കണേ. ഗംഭീരം. ഞാൻ കൊടുക്കും. ഇത് ഞാൻ മേടിച്ചു. ഇനി ഇത് മാക്സി അടിക്കണം. അതിന്റെ കുരി വേറെ തരും. ഓ ആളില്ലേ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? എന്തേടാ? മനസ്സിലായിരുന്നു. എന്തേ? ഞാൻ വന്നത് വെറുതെ എന്നൊന്ന് കാണാൻ വന്ന് എൻ്റെ പെങ്ങളുടെ ഉയർച്ച കാണാനായിട്ട് ഒത്തിരിയാണ്. എടുത്തുണ്ടോ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടോ? നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ മംഗളമായിട്ട് പോകല്ലോ. ഇപ്പൊ വേണ്ടടാ, പിന്നെ ചെയ്യാടാ. എനിക്ക് എന്താന്നറിയോ, ഭയങ്കര തലവേദന. ഇച്ചിരി കിടക്കാന്ന് വിചാരിച്ചായിരുന്നു, മടിയാവുന്നു. അത് ബുക്കെടുത്ത് വെച്ചോ, ഞാൻ നോക്കിക്കോളാലോ. നീ എവിടെ പോയി കിടന്നോ? നീ പോയി, നിനക്ക് പോവണ്ടേ? നീ അവധിയുള്ള ദിവസം എടുക്കാന്നല്ലേ പറഞ്ഞേ? അല്ല, 2 ആഴ്ചത്തെ ഒരുമിച്ച് ചെയ്യാം. അപ്പോഴല്ലേ അത് കുറച്ച് തന്നെ. കൂടുതൽ. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്താ അമ്മയും മോള് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഇതോടെ ഊർജവും ആവേശവും ഒക്കെ പോയാ? നല്ല ഊർജത്തിലാ. പിന്നെന്ത് എടുത്തോണ്ടാക്കളെ? അല്ല മമ്മി, ഒരു മൂടില്ല. മൂഡ് ഞാനല്ലേ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വരും. ഞാനത് നോക്കി നോട്ട് ബുക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് നോക്കണ്ടേ? ഒരാഴ്ച ആയില്ലേ, കാര്യങ്ങൾ പ്രോഗ്രസ് നോക്കണ്ടേ നമുക്ക്? എടുത്തോണ്ട് വാ. ഞാൻ തിരക്കാണ്. എന്നിട്ട് ഞാൻ പൊക്കോ നീ. ഇതെന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നാണത്. അല്ല മാമ എല്ലാം കഴിഞ്ഞു. സന്തോഷല്ലേ? സന്തോഷ. കൊണ്ടുവാ. അയ്യോ, $350 അത് അമ്മ തന്നാ. അത് അമ്മ. വേറെ ബാക്കി എവിടെ എവിടെ വെച്ചേക്കുന്നത്? ഇതെന്താ എല്ലാം എടുത്ത് കണക്ക് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല മക്കളെ. എല്ലാം പിന്നെ നമ്മൾ ഒരു പാൻ എടുത്തോളെ. പൈസ അതാ പൈസ
വേറൊന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം അവര് കടവാ, ഒന്നും തന്നില്ല. കടമാണെങ്കിൽ മക്കളെ ഇത്രയേ പറ്റൂ. നമ്മൾ ഇത്രയും രൂപയ്ക്ക് സാധനം എടുത്തല്ലേ. ആരും ഒന്നും തന്നില്ല അമ്മ. ചോദിച്ചിട്ടും പല പല. അതെന്താന്നറിയാവോ, ഇപ്പൊ ഈ പൈസ അമ്മാവനന്ന് മേടിച്ചില്ലേ, അതാണ് ഈ പൈസ. പിന്നെ കൊളാബ് പോയി കുറച്ച് നാലെണ്ണം സെലിബ്രിറ്റീസിന് കഴിച്ചു കൊടുത്തിട്ട് അപ്പൊ റീച്ച് കിട്ടുമല്ലോ മാമ. എന്നാലേ നമ്മുടെ ഇത് തങ്കം പൊട്ടിക്ക് എല്ലാരും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് പൈസ കിട്ടൂലല്ലോ. ബാക്കി ഇപ്പൊ ഒറ്റയ്ക്ക് അവിടത്തോളം പോണ്ടേ? ഓട്ടോറിക്ഷ നോക്കണം ഇനി. ഓട്ടോയ്ക്ക് പോവാ. ഇതിപ്പോ എപ്പോഴും അതെ, ഒന്നല്ലെങ്കിൽ അവിടെ പോകുമ്പോ, അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോ, അല്ലെങ്കിൽ ആശുപത്രി പോകുമ്പോ ഇങ്ങോട്ട് കയറുന്ന ഒരു സ്ഥലമായിട്ടുണ്ട്. ഒരു ദിവസം ചേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കാനായിട്ട് വാ. അതിനെങ്ങനെയാ ചേട്ടന് ആ കടയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, പിള്ളേര് സ്കൂളിൽ പോവണ്ടേ, പിന്നെ എങ്ങനെയാ വരിക? ഇടയ്ക്ക് ചേട്ടനോട് പറ, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാന്ന് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം അങ്ങോട്ട് വന്നൂടെ? അത് ഇവിടുത്തെ കാര്യം. അതിലപ്പുറം കനകന് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു നടക്കും, ക്ലീറ്റോ രാഷ്ട്രീയം എന്നും പറഞ്ഞു നടക്കും. ഞങ്ങൾ 24 മണിക്കൂർ ഈ വീട്ടിലുണ്ടാവും. ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൂടി വരാം. അതെ അതെ, ഇനി നടക്കുള്ളൂ. അത് വേണ്ട, ക്ലീറ്റോ ചേട്ടനായിട്ട് വായോ, എന്നാലേ രസമുള്ളൂ. ക്ലീറ്റോനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടായിട്ടോ. ഇതിപ്പോ ഗൂഗിൾ പേ ചെയ്യാനേ. അത് സാരമില്ല, വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി. എന്റെ നമ്പറിൽ തന്നെ. ആ നമ്പറിൽ അത് ഇവിടെ നോക്കിയാ മതി അവിടെ ചെന്നിട്ട്. അത് സാരമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങിക്കാം. ചുരിദാർ തയ്ച്ചിട്ട് കാണിച്ചു തരണം കേട്ടോ. ആ, തയ്ച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കൊറേ പേര് പൈസ തരാനായിരുന്നു. അതെ, ആരുടെയും പൈസ കിട്ടിയിട്ടില്ല. എന്തൊരു കഷ്ടകാലം നോക്കണേ, അതിന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇതിനോട് ഇങ്ങനെ ചോദിക്കും ബന്ധുക്കാരോട് പൈസ എന്നാണ് വിളിച്ചോണ്ട് ഓർത്തിട്ട് തന്നാ മതിയായിരുന്നു. ഇതെന്താന്നാ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും പൈസ തന്നിട്ടില്ല. തങ്ക, ഞാൻ അടുത്ത മാസം തരാം. ഞാൻ തരാം. 3 നൈറ്റിയില് ഞാൻ വാങ്ങിച്ചോളൂ. ഞാൻ 2 നൈറ്റ് വാങ്ങിച്ചു 600 രൂപ. 600 680. 680 കൂട്ടി പറയണ. ബുക്കിൽ നോക്കണം, എനിക്ക് ബുക്കിൽ നോക്കണം. 600 എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് 600 എന്നാണ് വില കൂട്ടി. എന്നാലും ഞാൻ നോക്കും. തങ്കം പൈസ ഇല്ലാത്തോണ്ടല്ലേ നിന്റെ കടം എടുത്തത് നമ്മള്. പൈസ എനിക്ക് തൊള്ളായിരത്തിന്റെ പൈസ കിട്ടിയാലേ തരാം. തന്നാ മതി. കിട്ടുമ്പോഴല്ല തരാം. ഇത് സമാധാനം തരാം പൈസ. അങ്ങനെ കൊണ്ടുപോയവരാരും പൈസ തന്നില്ലടാ. ബന്ധുക്കാരോട് നമ്മൾ എങ്ങനെ പൈസ മേടിക്കുന്നല്ല, ചോദിച്ച് പുറകെ നടക്കാൻ പറ്റും. അവരറിഞ്ഞു തരണ്ടേ. ചിലരാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല. ചിലര് പറയുന്ന 350 രൂപയല്ലേ ഉള്ളൂ, പിന്നെ തന്നാ തരാം. ഇങ്ങനെ പുറകെ നടക്കാനാണെങ്കിൽ, ഒരുമിച്ച് പൈസ തരാനാണെങ്കിൽ കടയിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. നമ്മുടെ പൈസ പോയിന്ന് തോന്നണേ. നീ ഇത് തുടങ്ങുമ്പോൾ ഇതെങ്കിലും രക്ഷപ്പെടുന്ന കരുതിയത്. അതുകൊണ്ടല്ലേ എല്ലാവരും കൂട്ടുന്നത്. സാരല്ലേ, ഇതിപ്പോ ഈ പറഞ്ഞ കണക്ക് സങ്കടപ്പെടണ്ട. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പാവത്തം കൊണ്ടിരുന്നാലും അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടിരുന്നാലും ബിസിനസ് നടക്കൂല. ബിസിനസ്സൊക്കെ ഒരു നേക്കാണ് അല്ലേ? കൊടുക്കാനും വാങ്ങാനൊക്കെ ഒരു മിടുക്കുണ്ടാവണമല്ലോ. ഇപ്പം തന്നെ ഓൺലൈൻ ബിസിനസ് എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവണോടി. നമുക്കറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് സംസാരിച്ചിട്ടൊക്കെയാണ് എടുക്കേണ്ടത്. പയ്യെ നമ്മൾ അതിൻ്റെ ഒരു വളർച്ചയിലെത്തണമായിരുന്നു. ഇതിപ്പോൾ എന്താ പറ്റിയത്? നമുക്ക് വേണ്ടപ്പെട്ടവരും നിന്നെ നന്നായിട്ട് അറിയാവുന്നവരും നിന്നെ ചൂഷണം ചെയ്തു. ഇപ്പം തന്നെ കൊടുത്തവരും തിരിച്ചു മേടിക്കാനുള്ള മൈൻഡ് പോലും നിനക്കില്ല അല്ലേ? സാരമില്ല, നീ വിഷമിക്കണ്ടേ. ഞാനില്ലേ നിനക്ക്? കുറേ നാളോട് മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങനെ തുടങ്ങാൻ പോയത്. നമുക്കിതൊന്നും വേണ്ട.
നിനക്ക് പറ്റിയൊരു പരിപാടിയുണ്ട്, അത് ഞാൻ തുടങ്ങി തരാം. നിനക്ക് ചേരുന്ന, നിനക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രം കാര്യമുണ്ട്. അത് ഞാൻ നിന്ന് നടത്തി. Good.